നിയമസഭയുണ്ട്, സഭയുള്ള ദിവസമാണ്. സഭയിൽ ഇന്ന് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ്. ഷാനിമോൾ ഉസ്മാനാണ് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. മുഹമ്മദ് മുഹ്സിനാണ് LDFന് വേണ്ടി മത്സരിക്കുക. 3 അംഗങ്ങളുള്ള BJP തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തെക്കുറിച്ചുള്ള ചർച്ചയും ഇന്ന് സഭയിൽ തുടങ്ങും. അർജുൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അർജുൻ, ഗുഡ് മോർണിംഗ്. ഇപ്പം ഇന്നത്തെ പ്രധാനപ്പെട്ട നിയമസഭയിലെ അജണ്ട എന്ന് പറയുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പാണ്. ഷാനിമോൾ ഉസ്മാൻ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ ആകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. LDF മത്സരിക്കുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ ഷാനിമോൾ ഉസ്മാൻ നമുക്കറിയാവുന്ന പോലെ മന്ത്രിസ്ഥാനത്തൊക്കെ മന്ത്രിമാരുടെ പട്ടികയൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ അവസാന സമയം വരെ ഷാനിമോൾ ഉസ്മാന്റെ പേര് സജീവ പരിഗണനയിലായിരുന്നു. പിന്നീട് ഡെപ്യൂട്ടി സ്പീക്കറായി പരിഗണിക്കപ്പെടുകയായിരുന്നു ഷാനിമോൾ. കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു 4ാമത്തെ ഡെപ്യൂട്ടി വനിതാ സ്പീക്കറാകാൻ പോവുകയാണ് ഷാനിമോൾ ഉസ്മാൻ. അപ്പം നടപടികൾക്ക് എപ്പോൾ തുടക്കമാകും? വിവരങ്ങൾ എങ്ങനെയാണ് അർജുൻ? ഒപ്പം ഇന്ന് സഭയിൽ നടക്കാൻ പോകുന്ന മറ്റ് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? സേതു പറഞ്ഞതുപോലെ തന്നെയാണ്, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് കുറെ കാലത്തിന് ശേഷം ഒരു വനിത എത്തുന്നു എന്നുള്ളത് തന്നെയാണ് നിയമസഭയിലെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. 9 മണിക്കാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക. LDFിൽ നിന്ന് പട്ടാമ്പി MLA മുഹമ്മദ് മുഹ്സിനാണ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. കഴിഞ്ഞ സ്പീക്കർ തെരഞ്ഞെടുപ്പിനകത്തും ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. 102 അംഗങ്ങളുടെ പിന്തുണ UDFന് ഉണ്ടായിരുന്നു. സ്വാഭാവികമായും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എളുപ്പത്തിൽ തന്നെ ജയിച്ചു കയറി. അന്ന് പ്രോട്ടേം സ്പീക്കറായിരുന്ന G സുധാകരൻ മാത്രമാണ് വോട്ട് ചെയ്യാതിരുന്നത് UDF ഭാഗത്ത് നിന്ന്. ബാക്കി 101 വോട്ടുകളും അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ ലഭിച്ചു. 35 അംഗങ്ങളുടെ പിന്തുണയാണ് LDFന് ഉണ്ടായിരുന്നത്. അത്രയും വോട്ട് LDFന്റെ സ്ഥാനാർത്ഥിയായ AC മൊയ്തീന് ലഭിച്ചു. അന്ന് സ്പീക്കർ തെരഞ്ഞെടുപ്പ് സ്ഥാനത്തേക്ക് BJP മത്സരരംഗത്തുണ്ടായിരുന്നു. BB ഗോപകുമാർ അന്ന് മത്സരിക്കാനെത്തി. BJPയുടെ 3 വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. ഇത്തവണ എന്തായാലും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കും എന്നുള്ളതാണ് BJP അറിയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും 35 വോട്ട് LDFനും 102 വോട്ട് UDFനും കിട്ടും. അങ്ങനെ ഷാനിമോൾ ഉസ്മാൻ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യത തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇന്ന് കുറെ കൂടി നിയമസഭ അതിന്റെ ഒരു പൂർണ്ണാവസ്ഥയിലേക്ക് എത്തുന്ന ദിവസം കൂടിയാണ്. ചോദ്യോത്തരവേള ഒഴിവാക്കിയിട്ടുണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ. അതിനുശേഷം സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങൾ ഇന്ന് നിയമസഭയിൽ ഉണ്ടാകും. 2 ശ്രദ്ധ ക്ഷണിക്കൽ ഇന്ന് സഭയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. ഒന്ന്, ഈ മഴക്കാല പൂർവ്വ രോഗ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുൻ മന്ത്രിയായിരുന്ന സജി ചെറിയാൻ ശ്രദ്ധ ക്ഷണിക്കൽ ഇന്ന് നൽകുന്നു. രണ്ടാമത്തേത്, എറണാകുളം ജില്ലയിലെ മലയിടം തുരുത്തിൽ 7 പട്ടികജാതി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയവും ശ്രദ്ധ ക്ഷണിക്കലായി ഇന്ന് VP സജീന്ദ്രൻ MLA ആണ് ശ്രദ്ധ ക്ഷണിക്കലായി സഭയുടെ മുന്നിൽ വെക്കുന്നത്. പിന്നീട് അടിയന്തര പ്രമേയം, ഈ സഭയുടെ കാലത്തെ ആദ്യ അടിയന്തര പ്രമേയം ഇന്ന് ഉണ്ടാകുമോ, അതിന് നോട്ടീസ് LDF നൽകുമോ എന്നുള്ളത് തന്നെയാണ് അറിയേണ്ടത്. നിലവിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും ആ വിഷയം എന്നുള്ളത് ഉൾപ്പെടെയുള്ള ആകാംക്ഷ ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഉപക്ഷേപത്തിന് നന്ദി അറിയിച്ചുള്ള ചർച്ച നടക്കും. അത്രയും സഭാ നടപടികളാണ് ഉണ്ടാവുക. അത് ഏറ്റവും ശ്രദ്ധേയമായത് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പായിരിക്കും. ഓക്കെ അർജുൻ, ശരി. അപ്പോൾ ഇന്ന് സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പാണ്. വർഷങ്ങൾക്കു ശേഷം സഭയിലേക്ക് ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടുള്ളത്. നിശ്ചയമായിട്ടും ഈ ഷാനിമോൾ തന്നെ തിരഞ്ഞെടുക്കപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഇടതുമുന്നണി അവിടെ മത്സര രംഗത്തുണ്ട്. BJP മത്സരത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നു.